റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ഏറെക്കാലമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2022 ഫെബ്രുവരി 24 തുടങ്ങിയ റഷ്യൻ ടാങ്കുകൾ ഉക്രൈനിൻ്റെ അതിർത്തികൾ കടന്ന് കയറി അതുമുതൽ യുദ്ധം ആരംഭിച്ചതു മുതൽ നിരവധി ജീവിതങ്ങളാണ് നഷ്ടപ്പെട്ടത്. നഗരങ്ങൾ ഇല്ലാതായിട്ടുണ്ട്, കുട്ടികൾ അനാഥരായിട്ടുണ്ട്. യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് ഈ യുദ്ധത്തിൻ്റെ ദുരിതങ്ങൾക്കെല്ലാമിടയിൽ, ഈ ക്ലേശങ്ങൾക്കെല്ലാം നടുവിൽ മറ്റൊരു ഭീഷണി കൂടി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. വലിയ അഴിമതി, കുംഭകോണം ആരോപണം ഇന്ന് ഉക്രൈനിൽ വ്ളാഡിമിർ സെലൻസ്കിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സെലൻസ്കി പ്രസിഡൻ്റായ ശേഷം ഉക്രൈനിലുണ്ടായ ഏറ്റവും വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാവും എന്ന് വിശ്വസിക്കാവുന്ന അഴിമതിയാണ്, കുംഭകോണ ആരോപണമാണ് വന്നിട്ടുള്ളത്. ഉക്രൈൻ്റെ ഊർജ്ജ മേഖലയിൽ നിന്ന്, എനർജി സെക്ടറിൽ നിന്ന് ഏകദേശം $100 മില്യൺ 850 കോടി ഇന്ത്യൻ രൂപയ്ക്ക് സമാനമായ തുക വെട്ടിച്ചെടുക്കാൻ സെലൻസ്കിയുടെ ഏറ്റവും അടുത്ത അനുയായികൾക്ക്, കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പോലും അതിൽ പങ്കുണ്ടെന്നാണ്, ഈ കുംഭകോണത്തിൽ പങ്കുണ്ടെന്നാണ് ഉക്രൈനിലെ അഴിമതി അന്വേഷണ ഏജൻസികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടുകൂടിയാണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. റഷ്യൻ ബോംബാക്രമണങ്ങൾ കാരണം ഉക്രൈനിയയിൽ വൈദ്യുതി മുടങ്ങുന്നുണ്ട്, ബ്ലാക്ക് ഔട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, ഊർജ മേഖലയിൽ പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധികൾക്കെല്ലാം ഇടയിലാണ് ഈ അഴിമതിയുടെ വിവരം പുറത്തു വന്നത് എന്നതാണ് സംഭവത്തിൻ്റെ ഗൗരവം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നത്. റഷ്യൻ ഡ്രോണുകളിൽ നിന്നും മിസൈലുകളിൽ നിന്നെല്ലാം ഉക്രൈനിലെ ഊർജ ഇൻഫ്രാസ്ട്രക്ചറിനെ സംരക്ഷിക്കണം. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനർജി ഇൻഫ്രാസ്ട്രക്ചറിനെ സംരക്ഷിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ റഷ്യൻ യുദ്ധ ഡ്രോണുകളിൽ നിന്നും, വിമാനങ്ങളിൽ നിന്നും, മിസൈലുകളിൽ നിന്നുമൊക്കെ യുക്രൈനിലെ ഈ എനർജി ഇൻഫ്രാസ്ട്രക്ചറുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉക്രൈൻ സർക്കാർ നിരവധി പണം ചെലവിടുന്നുണ്ട്, ദശലക്ഷക്കണക്കിന് യൂറോ ചെലവഴിക്കുന്നുണ്ട്. ആ സമയത്ത് ഇതിനിടയിലൂടെയാണ് കുംഭകോണം നടന്നിരിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ അഴിമതിയുടെ ചുരുളഴിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ രാജ്യത്ത് പുറപ്പെട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ മിഡാസ് എന്ന പേരിലാണ് അന്വേഷണം. ദേശീയ അഴിമതി വിരുദ്ധ ബ്യൂറോ, നാബു എന്ന് പറയുന്ന ഉക്രൈനിൻ്റെ അഴിമതി വിരുദ്ധ ബ്യൂറോ, അതുപോലെ തന്നെ ഉക്രൈനിലെ സ്പെഷ്യൽ ആൻറ്റി കറപ്ഷൻ പ്രോസിക്യൂട്ടേഴ്സ് ഓഫീസ്, ഇവർ ചേർന്നാണ് ഈ അഴിമതി കണ്ടെത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ മിഡാസ് എന്ന് ഒരു രഹസ്യനാമമിട്ട് നടത്തിയ 15 മാസത്തെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് തട്ടിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത് എന്നല്ലേ തട്ടിപ്പിൻ്റെ രീതി. അതായത് ഉക്രൈൻ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ആണവോർജ കമ്പനിയുണ്ട്, എനർഗോ ആറ്റം എന്നാണ് ആ കമ്പനിയുടെ പേര്. ഈ കമ്പനിയുടെ നേതൃത്വത്തിൽ നടന്ന ചില കരാറുകളിൽ കൃത്രിമം കാണിച്ചാണ് പണം തട്ടിയിരിക്കുന്നത് അത്രേ. കരാറിൻ്റെ വാല്യൂ, ആ വാല്യൂ 10% മുതൽ 15% വരെ കരാറിൻ്റെ മൂല്യത്തിനനുസരിച്ച് കൈക്കൂലി നൽകാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നിർബന്ധിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും ചേർന്ന് നടത്തിയ തട്ടിപ്പിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയെന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി മനസ്സിലാകുന്നത്. നിലവിലുള്ള, അതല്ലെങ്കിൽ ഇതുവരെ കഴിഞ്ഞുപോയ എനർജി സെക്ടറിലെ ബ്യൂറോക്രാറ്റ്സ്, ഉദ്യോഗസ്ഥർ, പുറമെ പ്രമുഖ ബിസിനസ്സുകാർ, ചില മന്ത്രിമാർ, മുൻ ഉപപ്രധാനമന്ത്രി എന്നിവർ അടങ്ങുന്ന ക്രിമിനൽ സംഘമാണത്രേ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിനെ തുടർന്ന് സർക്കാർ നടപടികളെടുത്തു. ഇപ്പോൾ തന്നെ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, മറ്റ് 7 പേരെ പ്രതികളായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രസിഡന്റ് സെലൻസ്കിയുടെ അടുത്ത അനുയായികൾക്ക് ഈ അഴിമതിയിൽ പങ്കുണ്ട്. അഴിമതിയുടെ സൂത്രധാരന്മാരായി ആരോപിക്കപ്പെടുന്നത് തന്നെ സെലൻസ്കിയുടെ ദീർഘകാല ബിസിനസ് പങ്കാളിയായ ടിമുർ മിൻഡിച്ച് എന്ന വ്യക്തിയാണ്. ആരാണ് ടിമുർ മിൻഡിച്ച്? സെലൻസ്കി സ്ഥാപിച്ച ക്വാർട്ടൽ 95 സ്റ്റുഡിയോ എന്നൊരു മീഡിയ കമ്പനിയുണ്ട്. ഈ മീഡിയ കമ്പനിയുടെ സഹ ഉടമ കൂടിയാണ് ഇദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ സർക്കാരിന് സാധിക്കും മുമ്പ് തന്നെ അദ്ദേഹം ഇസ്രായേലിലേക്ക് ഒളിച്ചോടിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നു. ഇങ്ങനെ അഴിമതി ആരോപണം ശക്തമായതോടെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ ടിമുർ മിൻഡിച്ചിനെതിരെ വ്യക്തിപരമായി താൻ ഉപരോധം ഏർപ്പെടുത്തുകയാണ് എന്നടക്കം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന ഒലക്സി ചെർണിഷോ എന്ന പേരുള്ള ഒരു വ്യക്തി, അതുപോലെ തന്നെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ, ഇവർക്കെല്ലാം ഈ തട്ടിപ്പിൽ പങ്കിട്ടത്രേ. ഇവർക്കെതിരെ സെലൻസ്കി നടപടികളെടുത്തു. പൊതുജനങ്ങളിൽ നിന്ന്, യൂറോപ്യൻ യൂണിയനിൽ നിന്നെല്ലാം
സമ്മർദ്ദം ശക്തമായതോടുകൂടി സെലൻസ്കിക്ക് നടപടിയെടുക്കാതെ വയ്യ. അങ്ങനെ മന്ത്രിമാരടക്കമുള്ളവർ രാജിവെക്കുകയാണ്. അഴിമതി ആരോപണത്തിൻ്റെ കുംഭകോണാരോപണ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഊർജ്ജമന്ത്രിയായ സ്വാറ്റ്ലാന ഗ്രിൻചുക്ക് രാജിവെച്ചു. നീതിന്യായ മന്ത്രിയായ ഹെർമൻ ഹലുഷെങ്കോ രാജിവെച്ചു. ഇവരെയൊക്കെ പുറത്താക്കിയതാണ് സെലൻസ്കി. ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇരുവരും രാജി സമർപ്പിച്ചത്. പക്ഷേ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അഴിമതിക്കെതിരെ ഫലപ്രദമായ നടപടിയെടുക്കേണ്ടത് അനിവാര്യമാണ്, ശിക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്നെല്ലാം സെലൻസ്കി രാജ്യത്തെ ഉക്രൈനിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അന്വേഷണങ്ങളുമായി പൂർണ്ണമായി സഹകരിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം ഈ വിഷയത്തിലെ അന്താരാഷ്ട്ര പ്രതികരണമാണ്. ഒന്നാമതായി ഉക്രൈൻ റഷ്യൻ അധിനിവേശത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ലോകരാജ്യങ്ങളിൽ നിന്ന് നിരവധി ധനസഹായങ്ങൾ ഉക്രൈന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഉക്രൈൻ്റെ വിശ്വാസ്യതയ്ക്ക് ഈ അഴിമതി വലിയ തിരിച്ചടിയായിട്ടുണ്ട്. പ്രധാനമായും യൂറോപ്യൻ യൂണിയൻ എടുത്ത നിലപാട്, ഈ അഴിമതി വിഷയത്തിലെ വെളിപ്പെടുത്തൽ ഇറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ് എന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവിമാർ അഭിപ്രായപ്പെടുന്നു. മാത്രമല്ല ഈ സമയത്ത് ഈ അഴിമതിക്ക് സ്ഥാനമില്ല. കാരണം ഈ പണമെന്ന് പറയുന്നത്, എനർജി സെക്ടറിൽ ഉപയോഗിക്കേണ്ട പണമെന്ന് പറയുന്നത്, അത് പോരാട്ടങ്ങൾക്കായി രാഷ്ട്രം ഉക്രൈൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പണമാണ്. റഷ്യക്കെതിരെ യുദ്ധത്തിൽ പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പണമാണ്. മുമ്പ് അഴിമതി വിരുദ്ധ ഏജൻസികളുടെ സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു ബില്ല് സെലൻസ്കി അംഗീകരിച്ചിരുന്നു. അതിനെ തുടർന്ന് യൂറോപ്യൻ യൂണിയൻ ഏകദേശം $1.7 ബില്യൺ സഹായം മരവിപ്പിച്ചിരുന്നു. യൂറോപ്യൻ യൂണിയൻ്റെ നിയമങ്ങളുമായി ഉക്രൈൻ ഭരണപരമായി യോജിച്ചു പോകേണ്ടതിൻ്റെ പ്രാധാന്യം ഈ സംഭവം അടിവരയിടുന്നുണ്ട്. ആയിടക്ക് ഇങ്ങനെയൊരു അഴിമതി കൂടി ഉണ്ടായതോടെ റഷ്യൻ ആക്രമണത്തിൽ പ്രതിരോധം തീർക്കുന്ന ഉക്രൈൻ്റെ നിരവധി പ്രയത്നങ്ങൾക്കിടയിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര വിശ്വാസ്യതയ്ക്ക് വലിയ ആഘാതം ഈ അഴിമതി ആരോപണം ഏൽപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും ലോകരാജ്യങ്ങളുടെ സഹായം കൂടാതെ ഉക്രൈന് റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഏർപ്പെടുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ വന്നതോടുകൂടി ലോകരാജ്യങ്ങളുടെ ധനസഹായം ഇനി എത്രത്തോളം ലഭ്യമാകും, ഏതൊക്കെ സഹായം മരവിപ്പിക്കപ്പെടും എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. കുംഭകോണ ആരോപണം, അഴിമതി ആരോപണം വന്നിരിക്കുന്നു. ഇത് ഉക്രൈൻ യുദ്ധത്തെ ഏത് രീതിയിലാണ് കൊണ്ടുപോവുക, ബാധിക്കുക എന്നതെല്ലാം കാത്തിരുന്നു കാണേണ്ടതാണ്. പക്ഷേ റഷ്യയിലെ ഉന്നതരായ ഭരണാധികാരികൾ വരെ, മന്ത്രിമാർ വരെ ഉൾപ്പെട്ട ഈ കുംഭകോണം, അത് ഈ രാജ്യത്തെ ജനങ്ങൾ യുദ്ധക്കെടുതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ അഴിമതി നടന്നു വന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. അതിനെയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ശക്തമായ നടപടികളിലൂടെ എതിർക്കാൻ ശ്രമിക്കുന്നത്.